ഹലോ ഓൾ, വെൽക്കം ടു ഒപ്റ്റിമൽ ഹെൽത്ത്. എൻ്റെ പേര് രാഘവൻ, സ്ഥലം കോഴിക്കോടാണ്. നമ്മളൊരു ദിവസം ശരാശരി എത്ര കാലറീസ് ആണ് ഒരു ദിവസം കഴിക്കേണ്ടത്? നമ്മളൊരു ദിവസം ഡെയിലി ഡയറ്റ് എടുത്ത് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരു 70-80% നമ്മളുടെ ഡയറ്റും അന്നജാഹാരമാണ്. വെളുത്ത ഇഡ്ഡലി, വെളുത്ത ചോറ്, വെളുത്ത പുട്ട്, വെളുത്ത അപ്പം, വെളുത്ത ദോശ, അതൊക്കെ നമ്മൾ മെയിനായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആഹാരത്തോട് നമ്മൾ ആശ്രയിക്കുന്നത് അന്നജാഹാരമാണ്. പറയപ്പെടുന്നത് നമുക്ക് 1 കിലോ ബോഡി വെയ്റ്റിന് 20 കാലറീസ് മതി. 1 കിലോ തൂക്കത്തിന് 20 കാലറി വെച്ചിട്ട് കഴിച്ചാൽ മതി. അപ്പം 60 കിലോ തൂക്കമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഒരു ദിവസം 60 × 20 1200 കാലറി മതി ഒരു ദിവസം ആവറേജ് കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടേണ്ടത്. 50 കിലോ ഭാരമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 50 × 20 1000 കാലറീസ് മതി. 70 കിലോ തൂക്കമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ 70 × 20 1400 കാലറീസ് മതി ഒരു ദിവസം നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം. ശരാശരി ഓരോ കിലോനും 20 കാലറി വെച്ചിട്ട് കൂട്ടാം. നമ്മൾ മെയിനായിട്ട് ആശ്രയം കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്, യാതൊരു സംശയമില്ല. കാർബോഹൈഡ്രേറ്റ് നമുക്ക് ഒന്നുകൂടെ ശാസ്ത്രീയ നാമത്തിൽ ഹിഡൻ ഷുഗേഴ്സ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പഞ്ചസാര സാധാ ഷുഗറാണെന്നുണ്ടെങ്കിൽ അന്നജാഹാരം ഹിഡൻ ഷുഗറാണ്. തവിടെല്ലാം കളഞ്ഞിട്ടുള്ള വെളുത്ത ധാന്യപ്പൊടികളാണ് നമ്മളിന്ന് മെയിനായിട്ടും കഴിച്ചുകൊണ്ടിരിക്കുന്നത്. 100 ഗ്രാം ഷുഗറിൽ, 100 ഗ്രാം പഞ്ചസാരയിൽ 100% കാലറീസ് അടങ്ങിയിട്ടുണ്ട്. 100% കാലറി അടങ്ങിയിട്ടുണ്ട് 100 ഗ്രാംസ് പഞ്ചസാരയിൽ, സാധാ പഞ്ചസാരയിൽ. അപ്പം 1 ഗ്രാം എന്ന് പറഞ്ഞാൽ 4 കാലറീസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. 1 ഗ്രാം ഓഫ് കാർബോഹൈഡ്രേറ്റ് ഈസ് 4 കാലറീസ് ആണ് പറയുന്നത്. അപ്പോൾ 100 ഗ്രാം പഞ്ചസാരയിൽ 100% കാലറി ഉണ്ടെങ്കിൽ 100 × 4 എത്രയായി? 100 ഗ്രാം പഞ്ചസാര കഴിച്ചാൽ കിട്ടുന്നത് 400 കാലറീസ് ആണ്. ഇനി അരിഭക്ഷണം എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം അരിഭക്ഷണത്തിൽ നമുക്ക് കിട്ടുന്നത് 80% കാലറീസ് ആണ്. സോ 80 × 4 എത്രയായി? 100 ഗ്രാം നമ്മൾ അരിഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരം കിട്ടുന്നത് 320 കാലറീസ് ആണ്. നമ്മൾ ദൈവതുല്യം കാണുന്ന 2 ഫുഡാണ് ഓട്സ് അഥവാ വീറ്റ്, ഗോതമ്പ്, മില്ലറ്റ്സ് ഒക്കെ അല്ലേ. ഓട്സിലും മില്ലറ്റ്സിലും ഗോതമ്പിലും ഒക്കെ 60-70%-ലധികം കാലറീസ് ഉണ്ടെന്നാണ് പറയുന്നത് 100 ഗ്രാമിൽ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു 100 ഗ്രാം ഓട്സോ മില്ലറ്റ്സോ വീറ്റോ കഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ശരാശരി ഏകദേശം ഒരു 310-320 കാലറീസ് അതിൽ തന്നെ ഒരു നേരം കിട്ടുന്നുണ്ട്. 100 ഗ്രാം ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് കിട്ടുന്നത് വെറും 15% കാലറി. അപ്പോൾ 15 × 4 60 കാലറീസാണ് 100 ഗ്രാം ഫ്രൂട്ട്സ് കഴിച്ചാൽ കിട്ടുന്നത്. 100 ഗ്രാം വെജിറ്റബിൾസ്, പച്ചക്കറി കഴിച്ചാൽ കിട്ടുന്നത് വെറും 5% കാലറിയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 ഗ്രാം പച്ചക്കറി കഴിക്കുന്ന വ്യക്തി 5 × 4 വെറും 20 കാലറീസ് മാത്രമേ കിട്ടുന്നുള്ളൂ. ഇനി ഒന്ന് ചിന്തിച്ച് നോക്കുക, നമ്മൾ ഒരു നേരം കഴിക്കുന്ന ആഹാരം, നമ്മൾ പ്ലേറ്റിൽ ഒരു നേരം കഴിക്കുന്ന പ്ലേറ്റിൽ എത്ര ശതമാനമാണ് അന്നജാഹാരം ഉള്ളത്, എത്ര ശതമാനമാണ് ഫ്രൂട്ട്സ് ഉള്ളത്, എത്ര ശതമാനമാണ് വെജിറ്റബിൾസ് ഉള്ളത്, എത്ര ശതമാനമാണ് ഫാറ്റ് ഉള്ളത്, എത്ര ശതമാനമാണ് പ്രോട്ടീൻ ഉള്ളത്, എത്ര ശതമാനമാണ് നമുക്ക് ഫൈബർ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കും. വെറുതെ അല്ല നമുക്ക് കാലറീസ് കൂടുന്നത്, വെറുതെ അല്ല നമുക്ക് അമിതവണ്ണം, പ്രമേഹം, രക്താതി സമ്മർദ്ദം, ഈ പറയുന്ന ബോഡിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനൊക്കെ ശരിക്കും വരാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന അന്നജാഹാരം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതുകൊണ്ട് പ്ലേറ്റിൻ്റെ പകുതി കാലറി കുറഞ്ഞ ഭക്ഷണങ്ങൾ കഴിക്കുക, പ്ലേറ്റിൻ്റെ 1/4 ഭാഗം മാത്രം അന്നജാഹാരം ആഡ് ചെയ്താൽ കുറേയൊക്കെ നമുക്ക് കാലറി ഇൻടേക്ക് കട്ട് ചെയ്യാനും സാധിക്കും. ആവറേജ് ഓർക്കുക, 1 കിലോഗ്രാം തൂക്കമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ 20 കാലറീസിൽ കൂടുതൽ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ കിട്ടാൻ പാടില്ല. ഇത് കൂടിയിട്ടുണ്ടെങ്കിൽ ശരീരത്തിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് പോലത്തെ സംഗതികളെല്ലാം വർദ്ധിച്ചു വരുന്നുണ്ടാവും. അത് ക്രമേണ പിൽക്കാലത്ത് ടൈപ്പ് 2 ഡയബറ്റീസിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പിന്നീടുള്ള വീഡിയോയിൽ സംസാരിക്കാം. ഇന്നു മുതൽ എനിക്ക് തരാനുള്ളൊരു മെസ്സേജ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അന്നജാഹാരം 25% മാത്രമാക്കുക, 75% അന്നജാഹാരം കട്ട് ചെയ്യുക എന്നുള്ളതാണ്.